മകൻ ജമാൽ ഖഷോഗിയുടെ വധത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രതിരോധിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഖഷോഗി കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ ഒന്നും അറിയില്ലായിരുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടയിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർത്തിയ മാധ്യമപ്രവർത്തകനോട് ട്രംപ് ദേഷ്യപ്പെട്ടു. കൂടാതെ ഖഷോഗി വിവാദ പുരുഷനാണെന്നും ട്രംപ് പറഞ്ഞു. നിങ്ങൾ പരാമർശിക്കുന്നത് വളരെ വിവാദ പുരുഷനായ ഒരാളെക്കുറിച്ചാണ്. ആ മനുഷ്യനെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും പലതും സംഭവിക്കാം. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. നമുക്കിതിവിടെ നിർത്താമെന്നും ട്രംപ് വ്യക്തമാക്കി. ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച മുഹമ്മദ് ബിൻ സൽമാൻ ഖഷോഗിയുടെ മരണം അന്വേഷിക്കാൻ സൗദി അറേബ്യ എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്തിരുന്നുവെന്നും പറഞ്ഞു. 2018 ജോ ബൈഡന്റെ കാലത്ത് ജമാൽ ഖഷോഗി കൊലപാതകത്തിനു പിന്നാലെ അമേരിക്ക സൗദി ബന്ധം ഉലഞ്ഞതിനു ശേഷം ഇതാദ്യമായാണ് സൗദി കിരീടാവകാശി US സന്ദർശിക്കുന്നത്. ഖഷോഗി കൊല്ലപ്പെട്ടത് വേദനാജനകമാണെന്നും വലിയ തെറ്റാണെന്നും മുഹമ്മദ് ബിൻ സൽമാൻ പ്രതികരിച്ചു. 2018 ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ USഉം സൗദി അറേബ്യയും തമ്മിൽ പിരിമുറുക്കമുണ്ടായ ശേഷം ഇപ്പോഴാണ് സൗദി രാജകുമാരൻ USലെത്തുന്നത്. അതേസമയം സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കരാർ ട്രംപ് അംഗീകരിച്ചെന്നാണ് വിവരം. ഇസ്രയേലിന് നൽകിയതിന് ഏതാണ്ട് സമാനമായ വിമാനങ്ങളായിരിക്കും സൗദി അറേബ്യയ്ക്ക് നൽകുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കി. 48 F-35 ജെറ്റുകളാണ് സൗദി USനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് വിവരം. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ ടെക്നോളജി AI കരാറുകൾ ഒപ്പിടും. നേരത്തെ വൈറ്റ് ഹൌസിൽ സൈനിക ഗാർഡ് ഓഫ് ഓണർ പീരങ്കി സല്യൂട്ട്, US യുദ്ധവിമാനങ്ങളുടെ ആകാശപ്രകടനം എന്നിവയോടെയാണ് മുഹമ്മദ് ബിൻ സൽമാന് വരവേൽപ്പ് നൽകിയത്. സൗദി കിരീടാവകാശിക്ക് വൈറ്റ് ഹൌസിൽ രാജകീയ സ്വീകരണമാണ് നൽകിയത്. അമേരിക്ക സൗദിക്ക് അത്യാധുനിക F-35 വിമാനങ്ങൾ നൽകുമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്. $60,000 കോടി USലെ വിവിധ പദ്ധതികളിൽ നിക്ഷേപിക്കുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ അറിയിച്ചിരുന്നു. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 48 പുതിയ വിമാനങ്ങൾ വാങ്ങാൻ സൗദി താൽപര്യം പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. മധ്യപൂർവ്വ ദേശത്ത് ഇസ്രയേലാണ് F-35 യുദ്ധവിമാനം കൈവശമുള്ള ഏക രാജ്യം. ഇതിന് പിന്നാലെയാണ് സൗദിക്കും ട്രംപ് F-35 വിമാനം നൽകുന്നത്. ഇത് ഇറാന് നേരെ പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. ജമാൽ ഖഷോഗി 2018 കൊല്ലപ്പെട്ട സംഭവം സൃഷ്ടിച്ച കോളിളക്കത്തെ തുടർന്ന് US സൗദി ബന്ധത്തിൽ ഉലച്ചിലുണ്ടായി. 7 വർഷത്തിനു ശേഷമാണ് മുഹമ്മദ് ബിൻ സൽമാൻ വൈറ്റ് ഹൌസിലെത്തുന്നത്. ജമാൽ ഖഷോഗിയുമായി ബന്ധപ്പെട്ട ചോദ്യമുയർത്തിയ മാധ്യമപ്രവർത്തകരോട് ദേഷ്യപ്പെട്ട ട്രംപ് മുഹമ്മദ് ബിൻ സൽമാൻ സംഭവത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെന്നും പറഞ്ഞു. തന്റെ സന്ദർശകനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം ഉന്നയിച്ചതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകനോട് നമുക്കിതിവിടെ നിർത്താമെന്നും ട്രംപ് പറഞ്ഞു. സൗദി വിമതനും എഴുത്തുകാരനും വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു കോളമിസ്റ്റും അൽ അറബ് ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫുമായിരുന്നു ജമാൽ ഖഷോഗി. 2018 ഒക്ടോബർ 2 ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിൽ വെച്ച് സൗദി ഏജന്റുമാരാൽ കൊല ചെയ്യപ്പെട്ടു. സൗദി പുരോഗമനവാദികൾക്കിടം നൽകിയിരുന്ന അൽ വതൻ എന്ന സൗദി പത്രത്തിന്റെ പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2017 സെപ്റ്റംബറിൽ സൗദി അറേബ്യയിൽ നിന്ന് പലായനം ചെയ്ത ഖഷോഗി പ്രവാസം തിരഞ്ഞെടുക്കുകയായിരുന്നു. സൗദി സർക്കാർ ട്വിറ്റർ ഉപയോഗിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം സൗദി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് പത്രങ്ങളിൽ ലേഖനങ്ങളും എഴുതി. സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാന്റെയും ഭരണാധികാരി സൽമാന്റെയും നിശ്ചിത വിമർശകനായിരുന്നു ഖഷോഗി. യമനിലെ സൗദി ഇടപെടലിനെയും അദ്ദേഹം എതിർത്തു. 2018 ഒക്ടോബർ 2 തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾക്കായി തുർക്കിയിലെ ഇസ്താംബൂളിലുള്ള സൗദി കോൺസുലേറ്റിൽ പ്രവേശിച്ച ഖഷോഗി പിന്നീട് തിരിച്ചു വന്നില്ല. അദ്ദേഹം കോൺസുലേറ്റിനകത്ത് കൊല ചെയ്യപ്പെടുകയും അംഗച്ഛേദം ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ കോൺസുലേറ്റിലെ സൗദി തുർക്കിഷ് സംഘങ്ങളുടെ അന്വേഷണം ഒക്ടോബർ 15 നടക്കുകയുമുണ്ടായി. ആദ്യഘട്ടത്തിൽ ഖഷോഗിയുടെ മരണം സൗദി നിഷേധിച്ചെങ്കിലും പിന്നീട് സൗദി അറ്റോർണി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൊലപാതകം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നായിരുന്നു. എന്നാൽ 2018 നവംബർ 16 അമേരിക്കൻ ചാരസംഘടനയായ CIA പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഉത്തരവ് പ്രകാരമാണ് ഖഷോഗി കൊലപാതകം നടപ്പിലാക്കിയത് എന്ന് പറയുകയുണ്ടായി. 2018 ഡിസംബർ 11 ജമാൽ ഖഷോഗിയെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തു. ടൈം മാഗസിൻ ഖഷോഗി സത്യത്തിന്റെ രക്ഷാധികാരി എന്നാണ് വിശേഷിപ്പിച്ചത് പോലും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.